എല്ലാവരും ഡെയിലി വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഡെയിലി വ്ളോഗ് ചെയ്യട്ടെ, കാണിച്ചു തരാം എന്നൊക്കെയാണ്. വൈഫ് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി രാവിലെ എണീക്കണം, കാപ്പി ഉണ്ടാക്കണം, കൊച്ചിന് കൊടുക്കണം, അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം, അതിന് നമുക്ക് എന്തെങ്കിലും കഴിക്കണം. പായം കൊണ്ട് ഇന്ന് രാവിലെ ശവന് പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുട്ടുണ്ട്, പഴമുണ്ട്. പിന്നെ അടുത്ത പരിപാടി എന്താണെന്നറിയോ, രാവിലെ ദോശയ്ക്ക് അരയ്ക്കണം. അത് നോക്കണം കേട്ടോ. അത് നമ്മൾ തണുപ്പുള്ളതുകൊണ്ട് കള്ളു കുടിക്കാറൊന്നുമല്ല, പക്ഷേ തണുപ്പുള്ള രാജ്യത്ത് ഒരെണ്ണം അടിച്ചില്ലെങ്കിൽ ശരീരത്തിന് കേടാന്നാരണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതടിക്കണം. പിന്നെ അത് വൈകിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉള്ളത് വെയിലായി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ സാധനം കണ്ടോ, പുല്ല് വെട്ടണം. ഇത് ഞാൻ ഇന്നലെ വെട്ടിയിട്ടാ പകുതി, ഇനി പകുതിയും കൂടെ വെട്ടണം. ഈ സാധനം വെട്ടിയിട്ടുണ്ടല്ലോ, നിങ്ങൾ ഗാർബേജ് ബിന്നുണ്ട്, ആ ഗാർബേജ് ബിന്നിൽ ഇട്ടാൽ മതി, അവരത് എടുത്തുകൊണ്ട് പോകോളും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് തുണി എന്തെങ്കിലും വാഷ് ചെയ്യണമെങ്കിൽ തുണി വാഷ് ചെയ്യാൻ വേണ്ടി ഇടണം. പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ബെല്ലാനെ എൻജോയ് ചെയ്യിപ്പിക്കുക എന്നുള്ള സംഭവമാണ്. ഇത് കാരണം കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുക. കാരണം ഫോൺ മേടിച്ചാൽ ഫോണോട് ഭയങ്കര അഡിക്റ്റാണ് പിള്ളേർ ഇവിടെ വന്നാൽ. അപ്പോൾ ഞാൻ ഫോണങ്ങ് മാറ്റിയിട്ട് പ്രൊജക്ടർ മേടിച്ചു കൊടുത്ത്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ അപ്പുറം കളിക്കാൻ പോകാൻ ഇപ്പുറം കളിക്കാൻ പോകുന്നു പറ്റത്തില്ല. പിള്ളേർ നമ്മുടെ ലോകത്തോട്ട് ചുരുങ്ങുവാണ്. പേരൻസ് പിള്ളേർ. പിന്നെ സ്കൂളിൽ പോകുമ്പം എന്തെങ്കിലും പിള്ളേരോടെ കളിച്ചെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് വൈകുന്നേരം പാർക്കിൽ കൊണ്ടുപോകണം, കുറച്ച് നേരം കളിപ്പിക്കും. ഇനി ഞാൻ ഈ പറയുന്നിട്ട് കുറേ അമ്മമാർ വന്നിട്ട് പറയും, അയ്യോ അവിടെ അടിമപ്പണിയല്ലേ, ഇതാണെന്നൊക്കെ പറയും. അവരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, സാധാരണ പെണ്ണുങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് നമുക്ക് നാട്ടിലായാലും ചെയ്യാം. നാട്ടിൽ പക്ഷേ ആണുങ്ങൾ ഈ അമ്മായിപ്പനും അമ്മായിമ്മയൊക്കെ ഉള്ള വീട്ടിൽ ആണുങ്ങൾക്ക് ആഗ്രഹമുള്ളവരാണെങ്കിലും അവർ ചെയ്യൂല. കാരണം അവരുടെ അപ്പന്മാരും കാരണന്മാരൊക്കെ അങ്ങനെ വളർന്നവരല്ല. മറ്റേ പ്ലേറ്റ് പോലും കഴുകാതെ ടേബിളിൽ നിന്ന് എടുക്കാതെ രാജാവിനെ പോലെ വന്ന് കഴിച്ച് തിരിച്ചു പോകുന്ന ആൾക്കാരാണ്. അവർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പുതിയ ജനറേഷനൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു, രണ്ടുപേരും ഈക്വാലിറ്റി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോർമലായിട്ടുള്ള പെണ്ണുങ്ങൾ, തലക്കെട്ടും വലിയ പൊട്ടും അല്ലാത്ത പെണ്ണുങ്ങൾ ആഗ്രഹിക്കുന്നൊരു ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.